നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. താനൂരിന്റെ ഹൃദയം തൊട്ടറിഞ്ഞ് PK ഫിറോസ് നഗരസഭയിൽ പര്യടനം നടത്തി. വി അബ്ദുറഹ്മാനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പൊന്മുണ്ടം ജനത. ആദവനാട് തരംഗമായി ഗഫൂർ പി ലില്ലീസിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം. കുർക്കോളി മൊയ്തീൻ പ്രചാരണം കൽപ്പകഞ്ചേരിയിൽ. മണ്ഡലങ്ങളുടെ ഹൃദയം തൊട്ടറിഞ്ഞ് സ്ഥാനാർത്ഥികളുടെ പര്യടനം. എഡ്രിക്കോട് സ്പിന്നിംഗ് മിൽ തൊഴിലാളികളുമായി KP മജീദ് ചർച്ച നടത്തി. നന്നമ്പ്രെ ഇളക്കിമറിച്ച് തിരൂരങ്ങാടിയിൽ നിയാസ് പുളിക്കലകത്തിന്റെ റോഡ് ഷോ. തവനൂരിനെ ആവേശത്തിലാഴ്ത്തി KT ജലീൽ. തൃപ്രങ്ങോട് പ്രകമ്പനം കൊള്ളിച്ച് ഫിറോസ് കുന്നംപറമ്പിൽ. കള്ളവോട്ടുകളിലൂടെ ജനാധിപത്യത്തെ അട്ടിമറിക്കാനാണ് CPM ശ്രമിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല. UDFന്റെ സുസ്ഥിര ഭരണമാണ് കേരളത്തിൽ വരാൻ പോകുന്നതെന്നും മറ്റ് പെയ്ഡ് വാർത്തകൾ കേരള ജനത തള്ളിക്കളയും. ആഴക്കടൽ മത്സ്യബന്ധന കരാറിൽ ഗൂഢാലോചന നടത്തിയത് മുഖ്യമന്ത്രിയാണെന്നും ചെന്നിത്തല. വിശദമായ വാർത്തകളിലേക്ക്. താനൂർ നിയോജക മണ്ഡലം LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി വി അബ്ദുറഹ്മാനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച പൊന്മുണ്ടത്തെ വോട്ടർമാർ. ഇത്തവണയും LDF പിന്നോട്ടു പോകില്ലെന്ന് ഉറപ്പിക്കുകയാണ് നാട്ടുകാർ. വ്യാഴാഴ്ച രാവിലെ 8-ന് ആരംഭിച്ച പര്യടനം രാത്രി വരെ നീണ്ടു. 17 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നമ്മുടെ MLA ആയ വി അബ്ദുറഹ്മാൻ MLA താനൂരിനകത്ത് ഫിഷറീസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ. താനൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി വി അബ്ദുറഹ്മാന്റെ പര്യടനം വ്യാഴാഴ്ച രാവിലെ 8-നാണ് ആരംഭിച്ചത്. ഇട്ലാക്കൽ കൂരിക്കുന്നിൽ ആരംഭിച്ച പര്യടനം പൊന്മുണ്ട ബൈപ്പാസിൽ സമാപിച്ചു. മണ്ണാറക്കൽ ചെലവിൽ ജുമാ മസ്ജിദ്, അത്താണിക്കൽ, കാവനാട്, നൊട്ടപ്പുറം, നഴ്സറിപ്പടി, കുളങ്ങര, കാവപ്പുര, മറ്റത്താണി, ഒറ്റഷട്ടർ, കുറ്റിപ്പാല, വീരാശ്ശേരിപ്പടി, മകാളിയക്കൽ, ചോലപ്പുറം എന്നിവിടങ്ങളിലും സ്വീകരണം ഒരുക്കി. കഴിഞ്ഞ 5 വർഷം കൊണ്ട് മികച്ച വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയ തങ്ങളുടെ പ്രിയ MLA കാണാൻ സ്വീകരണ കേന്ദ്രങ്ങൾ കടുത്ത് ചൂടിനെയും അവഗണിച്ച് വോട്ടർമാർ തടിച്ചുകൂടുകയായിരുന്നു. വോട്ടർമാരെ നേരിൽ കാണാൻ ബുള്ളറ്റിലൂടെയുള്ള യാത്ര യുവ വോട്ടർമാരിൽ ആവേശം നിറച്ചു. നിരവധി ആളുകളാണ് സ്ഥാനാർത്ഥിക്കൊപ്പം പര്യടനത്തിൽ പങ്കെടുത്തത്. ഓരോ കേന്ദ്രങ്ങളിലെയും സ്വീകരണം ജനകീയമായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടെന്താ? വോട്ടുകളായി രേഖപ്പെടുത്തി കൊടുത്ത് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി CPM ഏരിയ സെക്രട്ടറി KT ശശി, M അനിൽകുമാർ, ഇല്യാസ് വെട്ടം, N ആദിൽ, O സുരേഷ് ബാബു, ബാലകൃഷ്ണൻ ചുള്ളിയത്ത്, KV സിദ്ദീഖ്, നാദിർഷ കടായിക്കൽ, മേപ്പുറത്ത് അംസു, P സിറാജ്, അഡ്വക്കേറ്റ് രാജേഷ് പുതുകാട് തുടങ്ങിയവർ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. വെള്ളിയാഴ്ച താനൂർ നഗരസഭയിൽ പര്യടനം നടത്തും. താനൂരിന്റെ ഹൃദയമണ്ണിൽ സ്നേഹവായ്പകൾ ഏറ്റുവാങ്ങി PK ഫിറോസ്. താനൂർ മുനിസിപ്പാലിറ്റി പരിധിയിൽ പര്യടനം നടത്തി. പ്രധാന വ്യക്തികളെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. താനൂരിന്റെ ഹൃദയമണ്ണിൽ സ്നേഹവായ്പകൾ ഏറ്റുവാങ്ങി PK ഫിറോസ് പര്യടനം തുടരുകയാണ്. താനൂർ മുനിസിപ്പൽ പരിധിയിലാണ് വ്യാഴാഴ്ച പര്യടനം നടത്തിയത്. പൂരപ്പുഴ പരിയാപുരം 2-ാം വാർഡിൽ നിന്നുമാണ് പര്യടനം ആരംഭിച്ചത്. പ്രമുഖ കോൺഗ്രസ് നേതാവ് ചന്ദ്രന്റെ വീട്ടിലെത്തി പ്രഭാത ഭക്ഷണം കഴിഞ്ഞാണ് ഇറങ്ങിയത്. കോൺഗ്രസ്കാരനവർ അധികാരത്തിൽ കുട്ടിയേട്ടൻ സ്ഥാനാർത്ഥി PK ഫിറോസിനെ ഹാരമണിച്ച് സ്വീകരിച്ചു. ഓലപ്പീടികയിൽ ബൂത്ത് കമ്മിറ്റി ഓഫീസ് PK ഫിറോസ് ഉദ്ഘാടനം ചെയ്തു. ശോഭാപ്പറമ്പിൽ ചില പ്രധാന വ്യക്തികളെ കണ്ട് വോട്ട് തേടി. പനങ്ങാട്ടൂർ, കന്നന്തളി, പൂരപ്പുഴ, കാളാട്ടുപറമ്പ്, അട്ടത്തോട്, തീരപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി. വിവിധ കുടുംബ സംഗമങ്ങളിൽ പങ്കെടുത്തു. MP അഷ്റഫ്, O രാജൻ, VP ശശികുമാർ, TPM അബ്ദുൽ കരീം, C മുഹമ്മദ് അഷ്റഫ്, അഡ്വക്കേറ്റ് KP സൈദരവി, KNS തങ്ങൾ, അബ്ദുമോൻ ഹാജി, അനീഷ് കുമാർ, രവി, അലവിക്കുട്ടി, ഷാജി, ഫിർദോസ്, മുജീബ്, ബഷീർ, BK ഖാദർ ഹാജി, നൌഷാദ്, ഫൗസിഖ്, ഷമീം, മൻസൂർ തുടങ്ങിയവർ പങ്കെടുത്തു. താനൂർ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി K നാരായണ മാസ്റ്ററുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വാഹനജാഥ സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് രവി തെരത്ത് ഉദ്ഘാടനം ചെയ്തു. താനൂർ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി K നാരായണ മാസ്റ്ററുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വാഹന പ്രചരണ യാത്ര സംഘടിപ്പിച്ചു. താനൂർ ഊട്ടുംപുറത്ത് ആരംഭിച്ച യാത്ര BJP ജില്ലാ പ്രസിഡന്റ് രവി തെരത്ത് ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ സംരക്ഷണം നൽകിയത് നരേന്ദ്രമോദി സർക്കാരാണെന്ന് രവി തെരത്ത് പറഞ്ഞു. വെട്ടുകാലി മാമൂഞ്ഞിന്റെ പണിയാണ് പിണറായി സർക്കാർ ചെയ്യുന്നത്. കേന്ദ്ര പദ്ധതികൾ പേരുമാറ്റി അവകാശവാദം പറയുന്ന മുഖ്യമന്ത്രി നാടിന് അപമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. തുടർച്ചയായി പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം ലീഗിന്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായി ഈ പ്രദേശത്ത് നിന്ന് വിജയിച്ച് പലപ്പോഴും മന്ത്രിയായിട്ടുള്ള അഹമ്മദ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിട്ടും UPയുടെ ഗവൺമെന്റിനെ മാർക്സിസ്റ്റ് പാർട്ടി പിന്തുണക്കുന്ന സമയത്തും നമ്മുടെ രാജ്യത്തെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഒരു പ്രത്യേക വകുപ്പ് ആരംഭിക്കാൻ വേണ്ടി സാധിച്ചില്ല. അതിന് വരേണ്ടി വന്നത് സാക്ഷാൽ നരേന്ദ്രമോദിയുടെ സർക്കാർ വന്ന ശേഷമാണ് രാജ്യത്തെ ഗവൺമെന്റ് അത്തരത്തിലുള്ള ഒരു വകുപ്പ് കൊണ്ടുവന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അത് തന്നെ ഈ മത്സ്യത്തൊഴിലാളികളോടുള്ള ഏറ്റവും വലിയ താല്പര്യത്തിന്റെ ഒരു ഉത്തമ ഉദാഹരണമല്ലേ? അതോടൊപ്പം തന്നെ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വീട് വെക്കാനുള്ള സഹായം
പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വീട് വന്ന മുനിസിപ്പാലിറ്റി താനൂർ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ കോടിക്കണക്കിന് രൂപ ഫണ്ട് അനുവദിച്ച നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന്റെ കഴിവുകൊണ്ടാണ് നമ്മുടെ ഈ പ്രദേശത്തെ ആളുകൾക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ധാരാളം സാമ്പത്തിക സഹായം അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. നിരവധി പ്രവർത്തകർ സ്ഥാനാർത്ഥി നാരായണ മാസ്റ്റർക്ക് സ്വീകരണം നൽകാൻ എത്തിച്ചേർന്നിരുന്നു. ഗീതാ മാധവൻ, മല്ലികാദേവി, പ്രഭാകരൻ, രഘു, ഹരിദാസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുറുക്കോളി മൊയ്തീൻ കൽപ്പകഞ്ചേരി പഞ്ചായത്തിൽ പ്രചരണം നടത്തി. കൽപ്പകഞ്ചേരി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്നുമാണ് പര്യടനം ആരംഭിച്ചത്. തിരൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി കുറുക്കോളി മൊയ്തീൻ കൽപ്പകഞ്ചേരി പഞ്ചായത്തിലാണ് പര്യടനം നടത്തിയത്. രാവിലെ 7 മണിക്ക് കൽപ്പകഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ട്, പറവന്നൂർ സ്റ്റേഡിയം എന്നിവിടങ്ങളിൽ പ്രഭാത സവാരിക്കും വ്യായാമത്തിനും എത്തിയവരെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. ഭാവിയിൽ MSFന്റെ ഒക്കെ നേതാക്കന്മാരായിട്ടും ഉയർന്നു വരുമാണ് കേട്ടാ. അത് പഠിക്കുകയും ചെയ്യാം, പരിശീലനം കിട്ടുക, നല്ല കളിക്കാരാവണം കേട്ടാ. എല്ലായിടത്തും നല്ലതാവണം, നല്ല വിദ്യാർത്ഥിയാവണം, നന്നായി പഠിക്കുന്നവനാവണം, നന്നായി കളിക്കുന്നവനാവണം, നന്നായി പെരുമാറുന്നവനാവണം, എല്ലായിടത്തും നല്ലതിൻ്റെ കൂടെ. തുടർന്ന് ചിന്നമ്പടിയിൽ നിന്നും പൊതുപ്രചരണം തുടങ്ങി. തവളം ചിന, കാനാഞ്ചേരി, അതിരുമട, കല്ലിങ്ങൽ കോളനി, മഞ്ഞച്ചോല, രണ്ടാൽ, കിഴക്കേപ്പാറ, നടയാൽ പറമ്പ്, നെച്ചിക്കുണ്ട് ഭാഗങ്ങളിൽ പര്യടനം നടത്തി. ഉച്ചയ്ക്ക് ശേഷം 16 കുടുംബയോഗങ്ങളിലും സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥിച്ചെത്തി. പി സൈദലി മാസ്റ്റർ, മയ്യേരി കുഞ്ഞു മുഹമ്മദ് മാസ്റ്റർ, കോട്ടൽ അബ്ദുൽ കരീം, കെ രായിൻ, തേക്കാട് അബു, PT ഹബീബ്, കെ കുഞ്ഞമ്മു, ബഷീർ അടിയാട്ടിൽ, AP സബാഹ്, ജാഫർ തണ്ണീർച്ചാൽ, P അൻസാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചന്ദനക്കാവ് ക്ഷേത്രവും ആദവനാട് പഞ്ചായത്തും സന്ദർശിച്ച് ഗഫൂർ പി ലില്ലീസ്. വ്യാഴാഴ്ച ആദവനാട് പഞ്ചായത്തിലാണ് ഇടത് സ്ഥാനാർത്ഥി ഗഫൂർ പി ലില്ലീസ് പര്യടനം നടത്തിയത്. തിരൂർ നിയമസഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി ഗഫൂർ പി ലില്ലീസ് വ്യാഴാഴ്ച തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത് ചന്ദനക്കാവ് ക്ഷേത്രത്തിൽ നിന്നാണ്. ക്ഷേത്രത്തിന് ചുറ്റുമായി ദേവസ്വം ബോർഡിന്റെ സ്ഥലം കാടുപിടിച്ച് കിടക്കുകയാണെന്നും ഇവിടെ വൈകുന്നേരങ്ങളിൽ മതജാതി ഭേദമന്യേ കുട്ടികൾക്കായി ഒരു ചെറിയ ചിൽഡ്രൻസ് പാർക്ക് നിർമ്മിക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കണമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ സ്ഥാനാർത്ഥിയോട് പറഞ്ഞു. അതോടൊപ്പം ക്ഷേത്രത്തിനായി ഒരു ഓപ്പൺ സ്റ്റേജ് നിർമ്മിക്കുന്നതിനുള്ള ആഗ്രഹവും ഭാരവാഹികൾ ശ്രദ്ധയിൽപ്പെടുത്തി. 2 കാര്യങ്ങളും ശ്രദ്ധയിലുണ്ടാകുമെന്നും തെരഞ്ഞെടുത്താൽ ഉറപ്പായും പരിഗണിക്കുമെന്നും ഗഫൂർ പി ലില്ലീസ് ഭാരവാഹികൾക്ക് ഉറപ്പ് നൽകി. ആദവനാട് പഞ്ചായത്തിലായിരുന്നു പ്രചരണം. ചന്ദനക്കാവ്, കുറുമ്പത്തൂർ, കുട്ടികളത്താണി, പള്ളിപ്പാറ, അതിരുമട, ചേലക്കാട്, പുന്നത്തല, മുഴങ്ങാണി, കമ്പിവളപ്പ്, ആറളംകോട്, ചോറ്റൂർ, കോളനി, പട്ടർക്കല്ല്, കൈവാൻപടി, മങ്ങംപറമ്പിൽ, മാട്ടുമൽ, മണ്ണേക്കര, പാറക്കുളം എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷം രാത്രി 7 പാറപ്പുറത്ത് സമാപിച്ചു. ഇതിനിടെ പുത്തനത്താണിയിലെ CPA കോളേജ് വിദ്യാർത്ഥികളെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. ന്യൂനപക്ഷ വിഭാഗങ്ങളെ ചേർത്ത് പിടിച്ച സർക്കാരാണ് രാജ്യം ഭരിക്കുന്നതെന്ന് NDA തിരൂർ നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി ഡോക്ടർ M അബ്ദുൽ സലാം പറഞ്ഞു. തിരൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ഥാനാർത്ഥിയാണെന്നറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണ്. തിരൂരിൽ ഇനിയും വികസനങ്ങൾ വരേണ്ടതുണ്ട്. 2014 മുതൽ BJPയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും സമഗ്രവും കാര്യക്ഷമമായ ഭരണം രാജ്യത്ത് നടക്കുന്നുണ്ടെന്നും ഇടത് വലത് പാർട്ടികൾക്ക് അവസരം കൊടുത്തിരുന്ന മലയാളികൾ മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണെന്നും കേന്ദ്രവും കേരളവും BJP സർക്കാർ ഭരിച്ചാൽ വികസന കുതിപ്പുണ്ടാവുമെന്നും M അബ്ദുൽ സലാം പറഞ്ഞു. ഇനി എന്തുകൊണ്ട് ഞാൻ BJPയിൽ വന്നൊരു ചോദ്യമുണ്ട്. 2014 മുതൽ ഞാൻ നരേന്ദ്രമോദി ഗവൺമെൻറ് പ്രൈം മിനിസ്റ്റർ എന്നുള്ള രീതിയിൽ, അതിനു മുമ്പ് 10-12 കൊല്ലം അദ്ദേഹം ചീഫ് മിനിസ്റ്ററായിരുന്നു. വളരെ സശ്രദ്ധ അദ്ദേഹത്തെ ഞാൻ ഗവേഷണം നടത്തിയായിരുന്നു, ഡെസ്ക് റിസർച്ച് നടത്തിയായിരുന്നു. എന്താണ് ഇദ്ദേഹം ചെയ്യുന്നത്, എന്താണ് ഇദ്ദേഹത്തിൻ്റെ ദർശനം, എന്താണ് ഇദ്ദേഹത്തിൻ്റെ ആക്ഷൻ, എന്താണ് ഇദ്ദേഹത്തിൻ്റെ പാഷൻ, ഇതൊക്കെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. 14, 15, 16 ശരിക്കും പറഞ്ഞ ആ അവസരത്തിൽ എനിക്ക് അദ്ദേഹത്തെ പറ്റുമെങ്കിൽ യൂണിവേഴ്സിറ്റി 14-15 സമയത്ത് യൂണിവേഴ്സിറ്റി ഡീലിറ്റ് കൊടുത്ത് ആദരിക്കണം എന്നുവരെ ആഗ്രഹിച്ചു. അത് ആഗ്രഹിച്ചത് കേരളത്തിൻ്റെ ഒരു ബഹുമാനം അറിയിക്കാൻ വേണ്ടിയായിരുന്നു. സാധിച്ചില്ല, പല കാരണങ്ങൾ കൊണ്ട് സാധിച്ചില്ല. അതൊക്കെ അപ്പോൾ തന്നെ ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചു. ഞാൻ ഒരിക്കലും ജീവിതത്തിലെ LKG മുതൽ ഇതുവരെ ഒരു പാർട്ടിയിലും നിന്നിട്ടില്ലാത്ത ഞാൻ അന്ന് തീരുമാനിച്ചു, ഒരു പാർട്ടിയിൽ ചേരാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ചേരണമെങ്കിൽ കൊള്ളാവുന്ന ഒരു പാർട്ടി നരേന്ദ്രമോദി നയിക്കുന്ന പാർട്ടി തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. ആ മനസ്സിലാക്കിയതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ സംശുദ്ധമായ ഭരണം, കാര്യക്ഷമമായ ഭരണം, നാട്ടിനൊരു അപ്പനുണ്ടെന്ന് തോന്നുന്ന ഭരണം, അധികം സംസാരിക്കാത്ത ഭരണം, ആക്ഷൻ പാക്ഡ് ഭരണം. ആ സബ്കാ സാത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും സബ്കാ സാത്ത് തന്നെ, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, എല്ലാവരെയും ഉൾക്കൊണ്ടുള്ള ഒരു ഭരണം. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പിന്തുണ വലിയ തോതിൽ BJPക്കുണ്ട്. പൗരത്വ ഭേദഗതി നിയമം രാജ്യസുരക്ഷയ്ക്കു വേണ്ടിയുള്ളതാണെന്നും തെരഞ്ഞെടുപ്പിൽ BJPക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും തിരൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി കൂടിയായ M അബ്ദുൽ സലാം പറഞ്ഞു. നമ്മുടെ ബോർഡറിന് സുരക്ഷിതത്വമുള്ള ഭരണം, അകത്ത് എത്ര പേരുണ്ട് ചിട്ടപ്പെടുത്തുന്ന ഭരണം, ആധാർ ബാൻ, സ്വച്ഛ് ഭാരത് എന്ന് പറഞ്ഞത്, ക്ലീൻ ഇന്ത്യ, ഗ്രീൻ ഇന്ത്യ, ഇതൊക്കെ എന്നെ വല്ലാതെ ആകർഷിച്ചു. സ്മാർട്ട് ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ,
അതൊക്കെ വന്നപ്പോഴത്തേക്ക് എൻ്റെ മനസ്സെന്നോട് പറഞ്ഞത്, ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വന്നപ്പം അന്ന് 300-ലധികം കോളേജായിരുന്നു. ഞാൻ പോയപ്പോൾ 476 കോളേജായി. കുട്ടികളുടെ എണ്ണം 2 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമായി. അന്നൊക്കെ എന്നെ ഭരിച്ചിരുന്നത് കുട്ടികൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നതിനും ഞാൻ ആരെയും കയറി നിയന്ത്രിച്ച് നിർത്തും എന്ന് പറഞ്ഞാൽ പൈസ വാങ്ങി ശമ്പളം വാങ്ങിക്കുന്നവരൊക്കെ നിയന്ത്രിച്ച് നിർത്തിയത് കുട്ടികൾക്ക് വേണ്ടിയാണ്. അങ്ങനെയാണ് അവിടെ സമരമൊക്കെ ഉണ്ടായത്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. പ്രസിഡന്റ് റജി നായർ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി MP റാഫി സ്വാഗതം പറഞ്ഞു. ഒരു ഇടവേള. തവനൂരിന്റെ ഹൃദയഭൂമി തൊട്ടറിഞ്ഞ് KT ജലീലിന്റെ പര്യടനം. തവനൂർ പഞ്ചായത്തിൽ KT ജലീൽ പര്യടനം പൂർത്തിയാക്കി. 10 വർഷം മണ്ഡലത്തിൽ ചെയ്ത വികസനങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് KT ജലീൽ വോട്ട് ചോദിക്കുന്നത്. തവനൂർ മണ്ഡലത്തിന്റെ ഹൃദയഭൂമിയായ തവനൂർ പഞ്ചായത്തിലൂടെയായിരുന്നു വ്യാഴാഴ്ച LDF സ്ഥാനാർത്ഥി ഡോക്ടർ KT ജലീലിന്റെ പര്യടനം. നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് സ്ഥാനാർത്ഥിയെ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലേക്കും ആനയിച്ചത്. 10 വർഷം താൻ മണ്ഡലത്തിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞും LDF വീണ്ടും അധികാരത്തിൽ വരേണ്ടതിന്റെ ആവശ്യകത വോട്ടർമാരെ ബോധ്യപ്പെടുത്തിയുമാണ് KT ജലീൽ ഓരോ കേന്ദ്രങ്ങളിലും വോട്ടർമാരെ കണ്ട് വോട്ടഭ്യർത്ഥിച്ചത്. 10 വർഷം മണ്ഡലത്തിലെ ഓരോരുത്തരുടെയും സ്നേഹിതനായും മകനായും സഹോദരനായും താൻ ഉണ്ടായിരുന്നെന്നും ഇനിയും കൂടെയുണ്ടാകുമെന്നും KT ജലീൽ വ്യക്തമാക്കി. മണ്ഡലത്തിലെ വികസന തുടർച്ചയ്ക്ക് തന്നെ ജയിപ്പിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. 10 വർഷം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. MLA-യോ മന്ത്രിയോ ആയിട്ടല്ല, നിങ്ങളുടെ ഒരു സുഹൃത്തോ സഹോദരനോ മകനോ ആയിട്ട്. അതുകൊണ്ടാണ് പല സ്ഥലത്ത് വെച്ച് നമ്മൾ കണ്ടുമുട്ടിയപ്പോഴും ഈ നാടിന്റെ വികസന പ്രശ്നങ്ങൾ നിങ്ങൾ എന്നോട് സംസാരിച്ചു. ഈ ചുറ്റുവട്ടത്തുകൂടെ നിങ്ങളൊന്ന് യാത്ര ചെയ്തു നോക്കും. എല്ലാ PWD റോഡുകളും റബ്ബറൈസ് ചെയ്തത് നിങ്ങൾക്ക് കാണാനാകും. തവനൂർ പഞ്ചായത്തിലെ റോഡാറ്റിൽ നിന്നാണ് പര്യടന പരിപാടികൾക്ക് തുടക്കമായത്. 4 സെന്റ് കോളനി, മാത്തൂർ, തൃപ്പാലൂർ, EUG കോളനി, അയങ്കലം, കല്ലൂർ, മറവഞ്ചേരി, അംബേദ്കർ കോളനി, കച്ചേരിപ്പറമ്പ് എന്നിവിടങ്ങളിലായിരുന്നു സ്വീകരണമൊരുക്കിയിരുന്നത്. പരാതികളും ആവലാതികളും കേട്ട് ഫിറോസ് കുന്നംപറമ്പിൽ വോട്ടർമാരുടെ പ്രിയങ്കരനാവുന്നു. സ്ഥാനാർത്ഥി തൃപ്രങ്കോട് പഞ്ചായത്തിലാണ് പര്യടനം നടത്തിയത്. സ്ത്രീകളടക്കം വൻ ജനാവലി സ്ഥാനാർത്ഥിയെ കാണാൻ കാത്തിരുന്നു. ഈ ഒരു പ്രാവശ്യം ഫിറോസ് കുന്നംപറമ്പിനെ വിജയിപ്പിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വോട്ട് കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ നിങ്ങൾ എത്തിയിട്ട് ഒരു ചേഞ്ച്, ഒരു പ്രാവശ്യം നിങ്ങൾ എന്നെ വിജയിപ്പിക്കണം. നിങ്ങളുടെ കൂടെ എല്ലാ കാര്യത്തിലും ഞാനുണ്ടാവും. കൈപ്പത്തി അടയാളത്തിൽ തന്നെ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തുമ്പോൾ അത്ഭുതപൂർവമായ തിരക്കാണ് ഫിറോസ് കുന്നംപറമ്പിലിനെ പര്യടന കേന്ദ്രങ്ങളിൽ അനുഭവപ്പെടുന്നത്. സ്ത്രീകളടക്കം നിരവധി ആളുകൾ ഫിറോസിന്റെ പര്യടന കേന്ദ്രങ്ങളിൽ അദ്ദേഹത്തെ കാണാനായി എത്തുന്നുണ്ട്. പലർക്കും പലതരത്തിലുള്ള പരാതികളും ആവലാതികളും ഫിറോസിനോട് ബോധിപ്പിക്കാനുമുള്ളത്. വലിയ ഭാഗം സ്ത്രീ വോട്ടർമാരാണ് സ്വീകരണ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിയെ കാണാനും തങ്ങളുടെ പരാതികളും പ്രയാസങ്ങളും ബോധ്യപ്പെടുത്താനുമായി എത്തുന്നത്. സോഷ്യൽ മീഡിയയിൽ പരിചിതമായ മുഖം തങ്ങളുടെ കൺമുന്നിലെത്തുന്നതിന്റെ ആഹ്ലാദം പ്രകടിക്കുന്നവരും സ്വീകരണ കേന്ദ്രങ്ങളിൽ ധാരാളമാണ്. വ്യാഴാഴ്ച തൃപ്രങ്കോട് പഞ്ചായത്തിലായിരുന്നു ഫിറോസ് കുന്നംപറമ്പിലിന്റെ പര്യടനം. ആവേശകരമായ വരവേൽപ്പാണ് ഓരോ കേന്ദ്രങ്ങളിലും ലഭിച്ചത്. രാവിലെ ചെമ്പ്രവട്ടം കടവിൽ നിന്ന് ആരംഭിച്ച പര്യടനം പാലക്കാപ്പള്ളി, കരുമത്തിൽ, ചെമ്പ്രവട്ടം, കമ്പിക്കാൽ, ചെമ്പ്രവട്ടം അങ്ങാടി തുടങ്ങി നിരവധി കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി. എടരിക്കോട് സ്പിന്നിംഗ് മില്ലിലെ തൊഴിലാളികളുമായി കൂടിക്കാഴ്ച നടത്തി KPA മജീദ്. UDF അധികാരത്തിലെത്തിയാൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതോടൊപ്പം സ്ഥാപനത്തെ ഉയർച്ചയിലെത്തിക്കാൻ പദ്ധതി തയ്യാറാക്കുമെന്നും മജീദ് പറഞ്ഞു. രാവിലെ 11 മണിയോടെയാണ് തിരൂരങ്ങാടി നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി KPA മജീദ് എടരിക്കോട് സ്പിന്നിംഗ് മില്ല് സന്ദർശിച്ചത്. UDF കൺവീനർ K കുഞ്ഞിമരക്കാരനും എടരിക്കോട് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് VT സുബേർ തങ്ങൾക്കൊപ്പമാണ് മജീദ് സ്പിന്നിംഗ് മില്ലിൽ സന്ദർശനത്തിനെത്തിയത്. 600ഓളം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനം ചുറ്റിക്കണ്ട അദ്ദേഹം തൊഴിലാളികളുമായി ചർച്ച നടത്തി. UDF അധികാരത്തിലെത്തിയാൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനൊപ്പം സംസ്ഥാനത്തെ ഉയർച്ചയിലേക്ക് എത്തിക്കാൻ തൊഴിലാളികളുമായി ചർച്ച നടത്തി പദ്ധതി തയ്യാറാക്കുമെന്ന് മജീദ് പറഞ്ഞു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവരുമായി ബന്ധപ്പെടുമ്പോൾ സ്വാഭാവികമായും ഈ കോവിഡൊക്കെ വന്ന സാഹചര്യത്തിൽ കോട്ടൺ ധാരാളം കിട്ടി. അതനുസരിച്ച് നല്ലൊരു മെച്ചപ്പെട്ട സ്ഥിതിയിലേക്കാണ് കോർപ്പറേഷൻ്റെ മില്ലുകൾ വരുന്നത്. പല മില്ലുകളും പല രീതിയിലും പൂട്ടിക്കിടക്കുന്ന സാഹചര്യം വരികയാണ്.
അപ്പോൾ അതിൽ കുറച്ച് മെച്ചപ്പെട്ട രീതിയിൽ നടക്കുന്ന ഒരു സ്ഥാപനമാണ് എടരിക്കോട് ടെക്സ്റ്റൈൽ മില്ല്. ഇതിപ്പോൾ UDFൻ്റെ കാലത്ത് നേതൃത്വം നൽകിയിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു മില്ലാണ്. ആ മില്ലിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നു. ഏതായാലും ഇപ്പോൾ വന്നിട്ടുള്ള ഈ പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗൗരവമായി UDF ആലോചിക്കും, UDF ചിന്തിക്കും. UDF അധികാരത്തിൽ വന്നാൽ ഈ മില്ലിൻ്റെ പുരോഗതിയും മെച്ചപ്പെട്ട രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള എല്ലാ പരിശ്രമവും ഞങ്ങൾ നടത്തും എന്നാണ് ഈ സമയത്ത് പറയുന്നത്. സന്ദർശനത്തിയ സ്ഥാനാർത്ഥിക്ക് മികച്ച സ്വീകരണമാണ് തൊഴിലാളികൾ നൽകിയത്. ഹാരാർപ്പണം നടത്തിയാണ് തൊഴിലാളികൾ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. ജനഹൃദയങ്ങൾ കീഴടക്കിയ നിയാസ് പുളിക്കലകത്തിന്റെ പര്യടനം തെന്നല പഞ്ചായത്തിലാണ് വ്യാഴാഴ്ച നിയാസ് പര്യടനം നടത്തിയത്. തെന്നലയുടെ നിരത്തുകൾ കീഴടക്കി വർണ്ണാഭമായ റോഡ് ഷോയും സംഘടിപ്പിച്ചു. തിരൂരങ്ങാടിയുടെ മണ്ണും മനസ്സ് പറയുന്ന ജനപ്രിയ സാരഥി, തിരൂരങ്ങാടിയുടെ ജനമനസ്സുകൾ നാളെയുടെ നല്ല നാളുകളിലേക്ക് പ്രതീക്ഷയർപ്പിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ സാരഥി നിയാസ് പുളിക്കലകത്തിത ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി തുറന്ന വാഹനത്തിൽ നിറഞ്ഞ മനസ്സോടെ നന്നമ്പ്ര പഞ്ചായത്തിനെ ഇളക്കിമറിച്ച് തിരൂരങ്ങാടി നിയോജക മണ്ഡലം LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി നിയാസ് പുളിക്കലകത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം റോഡ് ഷോ വർണ്ണാഭമായി. നൂറുകണക്കിന് ബൈക്കുകളുടെ അകമ്പടിയോടെ യുവനിര അണിനിരുന്ന റോഡ് ഷോ നന്നമ്പ്ര പഞ്ചായത്തിലെ കണ്ണന്താളിയിൽ നിന്നുമാണ് പ്രയാണം ആരംഭിച്ചത്. വിവിധ സ്ഥലങ്ങളിൽ സ്ത്രീകളും മുതിർന്നവരും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാനെത്തിയിരുന്നു. പാണ്ടിമുറ്റം, തെയ്യാല, ജയറാംപടി, അത്താണി, ചെത്തായ, ചെറുമുക്ക, ജിലാനി നഗർ, സുന്നത്ത് നഗർ, ചെറുപാറ, കാളാന്തിരുത്തി, കൊറ്റത്തങ്ങാടി, തിരുത്തി, ഫറൂഖ് നഗർ, കുന്നുംപുറം എന്നീ പ്രദേശങ്ങളിൽ നൽകിയ സ്വീകരണങ്ങൾക്ക് ശേഷം വെള്ളിയാംപുറത്തെ സമാപിച്ചു. മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ VP സോമസുന്ദരൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K ബാലൻ, ഏരിയ കമ്മിറ്റി അംഗം ഗിരീഷ് മാഷ, ജാഫർ എന്നിവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. താനൂർ നിയോജക മണ്ഡലം LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി V അബ്ദുറഹ്മാന്റെ പ്രചരണാർത്ഥം SFI പ്രവർത്തകർ ചുമരെഴുത്തുമായി രംഗത്ത്. SFI നിറമതൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് SFI പ്രവർത്തകരായ പെൺകുട്ടികൾ MLAക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ചുമരെഴുതിയത്. താനൂർ നിയോജക മണ്ഡലം LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി V അബ്ദുറഹ്മാന്റെ പ്രചരണാർത്ഥമാണ് SFI പ്രവർത്തകർ ചുമരെഴുത്തുമായി രംഗത്ത് വന്നത്. SFI നിറമരുതൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് SFI പ്രവർത്തകരായ പെൺകുട്ടികൾ MLAക്ക് വോട്ട് അഭ്യർത്ഥിച്ച ചുമരെഴുതിയത്. SFI താനൂർ ഏരിയ സെക്രട്ടേറിയറ്റ് മെമ്പർ ഷിഫാനയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. താനൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി PK ഫിറോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം UDF വനിതാ സംഗമം നടത്തി. വട്ടത്താണി സിദി ഹാജി സൗദത്തിൽ നടന്ന സംഗമം KN മുത്തുക്കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. താനൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി PK ഫിറോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് UDF വനിതാ സംഗമം സംഘടിപ്പിച്ചത്. വട്ടത്താണി സിദി ഹാജി സൗദത്തിൽ നടന്ന താനൂർ പഞ്ചായത്ത് തല വനിതാ സംഗമം മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് KN മുത്തുക്കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഒരാൾക്ക് വീട് കിട്ടാൻ പറ്റാത്ത രീതിയിലുള്ള മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ് ഗവൺമെന്റ് വീടിന്റെ എണ്ണം കുറച്ചത്. ലൈഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലൈഫില്ലാത്ത ഒരു നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. റേഷൻ കാർഡിൽ പേരുള്ളവർക്ക് വീടിന് അപേക്ഷിക്കാൻ നടന്നു. റേഷൻ കാർഡ് വേണമെങ്കിൽ വീട് വേണം. വീടില്ലാതെ റേഷൻ കാർഡ് ഉണ്ടാവില്ല, റേഷൻ കാർഡില്ലാതെ വീടും ഉണ്ടാവില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഗവൺമെന്റ് സ്വീകരിച്ചത്. അങ്ങനെ സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം ഈ 5 വർഷക്കാലം നടന്ന ദുർഭരണം, അതുപോലെ തന്നെ സംസ്ഥാന തലത്തിൽ നടന്ന അഴിമതികൾ, കേൾവി പോലുമില്ലാത്ത അഴിമതികളാണ് 5 വർഷക്കാലം നമ്മൾ അവസാന കാലഘട്ടത്തിൽ നമ്മൾ കേട്ടത്. മഹിളാ കോൺഗ്രസ് നേതാവ് K ഫാത്തിമ ബിബി അധ്യക്ഷയായിരുന്നു. വനിതാ ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷ ഷാഹിന നിയാസി മുഖ്യ പ്രഭാഷണം നടത്തി. അങ്ങനെ വലിയ വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത PK ഫിറോസിനാണ് DYFIക്കാരെ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻകാരെ നിങ്ങൾ വോട്ട് ചെയ്യുന്നത്. മുതലാളിത്തത്തിനെതിരെയാണ്. നിങ്ങളുടെ കരങ്ങൾ ആകാശത്തേക്ക് ഉയർത്തണമെങ്കിൽ ഈ മുതലാളിക്കെതിരെ നിങ്ങൾ വോട്ട് ചെയ്ത നിങ്ങൾ ആദർശത്തോട് പ്രതിബദ്ധതയുണ്ട് എന്ന് നിങ്ങൾ കാണിക്കണം. അതിനുള്ള ഏറ്റവും വലിയ അവസരമാണിത്. വലിയ നുണപ്രചരണങ്ങൾ നടത്തിയാൽ താനൂരിന്റെ ജനതയെ വിലക്ക് വാങ്ങാൻ കഴിയില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ജനാധിപത്യ വിശ്വാസത്തെ പണനിറഞ്ഞു വാങ്ങിക്കുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞ 5 വർഷം ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെ പ്രയാസത്തിൽ ചെയ്യാൻ ഈ താനൂരിന്റെ ജനത ഒരുങ്ങിക്കഴിഞ്ഞു എന്നതാണ് പറയാനുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സൽമത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി, മഹിളാ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷക്കീല, വനിതാ ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി സബിന ആഷിഖ്, വനിതാ ലീഗ് ജില്ലാ സെക്രട്ടറി VP സുലൈക്ക, മണ്ഡലം ജനറൽ സെക്രട്ടറി നസ്ല ബഷീർ, ബുഷറ ടീച്ചർ, VPO അസ്കർ മാസ്റ്റർ, KV മൊയ്തീൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. സാജിദ മീനടത്തൂർ, ആബിദ ഫൈസൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരു ഇടവേള.
വാർത്തകൾ തുടർന്നു. ആഴക്കടൽ മത്സ്യബന്ധനം ഗൂഢാലോചന നടത്തിയത് മുഖ്യമന്ത്രിയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. തീരദേശത്തെ അമേരിക്കൻ കമ്പനിക്ക് വിറ്റ പിണറായിയോട് തീരദേശ ജനത പൊറുക്കില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. ഇതിന് ഗൂഢാലോചന നടത്തിയത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയും മത്സ്യത്തൊഴിലാളി വകുപ്പിൻ്റെ മന്ത്രി മേഴ്സിക്കുട്ടിയുമാണ് ഈ അമേരിക്കൻ കുത്തക കമ്പനിയുമായി ഇപ്പോൾ ഈ ഇടപാടുകൾ മുഴുവൻ നടത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയെ 2 തവണ അവർ കണ്ടിരുന്നു. ഇതൊക്കെ സത്യമല്ലേ? അദ്ദേഹത്തിൻ്റെ വകുപ്പല്ലേ ധാരണാപത്രം ഒപ്പിട്ടത്? ഇൻലൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ. ആഴക്കടൽ മത്സ്യബന്ധനം ഗൂഢാലോചന നടത്തിയത് മുഖ്യമന്ത്രിയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. തീരദേശത്തെ അമേരിക്കൻ കമ്പനിക്ക് വിറ്റ പിണറായിയോട് തീരദേശ ജനങ്ങൾ പൊറുക്കില്ലെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. കരാർ ഒപ്പിട്ടത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ്. നിരന്തരം കള്ളം പറയുന്ന മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറി. തെറ്റുപറ്റിയെന്ന് തുറന്നു പറയാൻ മുഖ്യമന്ത്രി തുറന്നു സമ്മതിക്കണം. വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. BJP CPM ബന്ധം ഉണ്ടെന്ന് നേരത്തെ വ്യക്തമായി. ഏപ്രിൽ 6 മുൻപ് കിറ്റ് നൽകുന്ന വോട്ടർമാരെ സ്വാധീനിക്കാനാണെന്നും ചെന്നിത്തല പറഞ്ഞു. ഏപ്രിൽ 14 ഉള്ളൂ വിഷു. ഏപ്രിൽ 6 മുമ്പ് കിറ്റ് വിതരണം ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് അഴിമതിയല്ലേ? തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമല്ലേ? ഇത് പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമല്ലേ? അതുപോലെ ഏപ്രിൽ മാസത്തിലെ പെൻഷൻ കൊടുക്കുന്ന മനസ്സിലാകും. മെയ് മാസത്തിലെ പെൻഷൻ ഏപ്രിലിൽ കൊടുക്കുന്നത് എന്തിനാണ്? അപ്പോൾ ജനാധിപത്യ സംവിധാനത്തിൽ പെരുമാറ്റച്ചട്ടം വരുന്നത് സർക്കാർ ഇത്തരം നടപടികളിലൂടെ ജനങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. ഇത് അഴിമതിയാണ്, തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്. ഇന്ന് ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത് സംബന്ധിച്ച് പരാതി കൊടുത്തു. ജില്ലയിൽ കന്നി വോട്ട് രേഖപ്പെടുത്താൻ 1,07,970 വോട്ടർമാർ. കന്നി വോട്ടർമാരിൽ പ്രതീക്ഷയർപ്പിച്ച മുന്നണികളും സ്ഥാനാർത്ഥികളും. ഏറ്റവും കൂടുതൽ കന്നി വോട്ടർമാർ താനൂരിൽ. ജില്ലയിൽ ഇത്തവണ 1,07,970 കന്നി വോട്ടർമാർ വോട്ട് ചെയ്യും. 49,719 പുരുഷ വോട്ടർമാരും 58,241 സ്ത്രീ വോട്ടർമാരും 10 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ഉൾപ്പെടെയാണിത്. താനൂർ മണ്ഡലത്തിലാണ് കൂടുതൽ കന്നി വോട്ടർമാർ. 5,365 പുരുഷ വോട്ടർമാരും 6,452 സ്ത്രീ വോട്ടർമാരും 3 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ഉൾപ്പെടെ 11,820 വോട്ടർമാരാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കാനായി കാത്തിരിക്കുന്നത്. തിരൂരിൽ 10,338 കന്നി വോട്ടർമാരാണ് ഉള്ളത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാർ ഉള്ളതും തിരൂരിലാണ്. വേങ്ങരയിലാണ് കുറവ്. പുതിയ വോട്ടർമാർ 3,329 പേരാണുള്ളത്. താനൂരിൽ കഴിഞ്ഞ തവണ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി 4,918 വോട്ടുകൾക്കാണ് വിജയിച്ചത്. അതുകൊണ്ട് തന്നെ മണ്ഡലം നിലനിർത്താനും പിടിച്ചെടുക്കാനും ഈ വോട്ടുകൾ നിർണായകമാകും. പെരിന്തൽമണ്ണയിൽ 8,896 പുതിയ വോട്ടർമാരും മങ്കടയിൽ 6,437, തിരൂരങ്ങാടിൽ 5,235, ഏറനാട് 5,812, നിലമ്പൂർ 7,277, വണ്ടൂർ 5,614, മഞ്ചേരി 6,170, മലപ്പുറം 5,499, വള്ളിക്കുന്ന് 5,241, കോട്ടക്കൽ 7,032, തവനൂരിൽ 7,193, പൊന്നാനിയിൽ 7,844 എന്നിങ്ങനെയാണ് പുതിയ വോട്ടർമാരുടെ കണക്ക്. താനൂർ, തിരൂർ, തവനൂർ മണ്ഡലങ്ങളിൽ 10 സ്ഥാനാർത്ഥികൾ വീതം മത്സരരംഗത്ത്. താനൂരിൽ 5 അപരന്മാരും പോരാട്ടത്തിന്. വി അബ്ദുറഹ്മാനെതിരെ 3, PK ഫിറോസിനെതിരെ 2 അപരന്മാർ. ജില്ലയിൽ ശക്തമായ മത്സരം നടക്കുന്ന താനൂർ നിയോജക മണ്ഡലത്തിൽ 10 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി വി അബ്ദുറഹ്മാനെതിരെ 3 അബ്ദുറഹ്മാന്മാരാണ് മത്സരിക്കുന്നത്. UDF സ്ഥാനാർത്ഥി PK ഫിറോസിനെതിരെ 2 ഫിറോസ്മാരും രംഗത്തുണ്ട്. NDA സ്ഥാനാർത്ഥി K നാരായണ മാസ്റ്റർ, BSPക്ക് വേണ്ടി മുഹീറുദ്ദീൻ, സ്വതന്ത്രനായി കുഞ്ഞു മുഹമ്മദും ജനവിധി തേടുന്നുണ്ട്. 2016 ലീഗിനെ കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് യൂത്ത് ലീഗ് നേതാവായ PK ഫിറോസിനെ തന്നെ ലീഗ് കളത്തിലിറക്കിയത്. എന്നാൽ മണ്ഡലം നിലനിർത്താൻ വി അബ്ദുറഹ്മാനെ തന്നെയാണ് ഇടതുപക്ഷവും രംഗത്തിറക്കിയത്. കത്വ നുണപ്രചരണങ്ങൾക്കെതിരെ നിറമതുർ പഞ്ചായത്ത് UDF വനിതാ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. സംസ്ഥാന വനിതാ ലീഗ് വൈസ് പ്രസിഡന്റ് ഷാഹിന നിയാസി ഉദ്ഘാടനം ചെയ്തു. പഞ്ചാരമൂലിൽ നിന്നും ആരംഭിച്ച ജാഥ മങ്ങാട് സമാപിച്ചു. ഷീബ സുധാകരൻ, സൈനബ സലാം, ആബിദ പുളിക്കൽ, മുനീറ മടമ്പാട്, സാജിറ ജനതാ ബസാർ, റസിയ ടീച്ചർ, ഫാത്തിമ ടീച്ചർ, സുഹറാബി, CMD റംല, ആയിഷുമ്മ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരു ഇടവേള കൂടി. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാഹന പരിശോധന കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പ്. എക്സൈസുമായി ചേർന്നാണ് പരിശോധന ആരംഭിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കള്ളപ്പണം, മദ്യക്കടത്ത് പിടികൂടുന്നതിനായാണ് പരിശോധന നടത്തുന്നത്.
പൊതു തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായാണ് തിരൂരിൽ മോട്ടോർ വാഹന വകുപ്പും എക്സൈസ് വകുപ്പും സംയുക്ത വാഹന പരിശോധന നടത്തിയത്. BP അങ്ങാടിയിൽ തിരൂർ റൂട്ടിൽ നടന്ന പരിശോധനയിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ രാംജി കെ കരൺ, എക്സൈസ് ഇൻസ്പെക്ടർ സജിത O എന്നിവർ നേതൃത്വം നൽകി. പോലീസും എക്സൈസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി ഇത്തരത്തിലുള്ള പരിശോധനകൾ തുടരുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. വരാൻ പോകുന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മുന്നോടിയായിട്ട് തിരൂർ താലൂക്കിൽ മോട്ടോർ വാഹന വകുപ്പും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും സംയുക്തമായി വാഹന പരിശോധനകൾ നടത്തുകയാണ്. മലപ്പുറം എൻഫോഴ്സ്മെൻറ്റ് RTO ശ്രീ TG ഗോകുലിൻ്റെയും മലപ്പുറം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെയും നിർദ്ദേശപ്രകാരമുള്ള പരിശോധനയാണ് ഇവിടെ നടക്കുന്നത്. വാഹനത്തിൽ കൊണ്ടുവരുന്ന സാധനങ്ങൾ കൃത്യമായി പരിശോധിച്ച് മറ്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട മറ്റ് നിയമപരമായ അല്ലാത്ത കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ ഒരു പരിശോധനയുടെ ലക്ഷ്യം. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ സലീഷ് മനോഹരൻ, എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഫസലുർ റഹ്മാൻ, പ്രിവന്റ് ഓഫീസർമാരായ ബാബുരാജ്, സിവിൽ എക്സൈസ് ഓഫീസർ ബാബു, ഡ്രൈവർ പ്രമോദ് എന്നിവരാണ് പരിശോധനയിലുണ്ടായിരുന്നത്. സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് രോഗികളുടെ എണ്ണം കുറഞ്ഞു. 1989 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. 1746 പേരും സമ്പർക്ക രോഗികളാണ്. 1865 പേർ രോഗമുക്തരായി. ആകെ മരണസംഖ്യ 4539 ആയി. ജില്ലയിൽ 193 പേരാണ് പുതിയ രോഗികൾ. 185 പേർ രോഗമുക്തരായി. ആകെ മരണസംഖ്യ 604 ആയി. സംസ്ഥാനത്ത് വ്യാഴാഴ്ച 1989 പേർക്കാണ് COVID-19 സ്ഥിരീകരിച്ചത്. കോഴിക്കോട് 301, കണ്ണൂർ 205, തിരുവനന്തപുരം 202, മലപ്പുറം 193, എറണാകുളം 188, കോട്ടയം 152, കൊല്ലം 147, ആലപ്പുഴ 110, പത്തനംതിട്ട 101, തൃശൂർ 94, കാസർഗോഡ് 92, ഇടുക്കി 89, പാലക്കാട് 72, വയനാട് 43 എന്നിങ്ങനെയാണ് ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. സൗത്ത് ആഫ്രിക്കയിൽ നിന്നും വന്ന ഒരാൾക്ക് കഴിഞ്ഞ 24 മണിക്കൂറിനകം COVID-19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിന്റെ 51,027 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 3.9 ആണ്. 12 കോവിഡ് മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം 4,539 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 75 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 1746 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 153 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 1865 പേർ കൂടി സംസ്ഥാനത്ത് രോഗമുക്തി നേടി. ഇതോടെ 10,82,668 പേരാണ് കോവിഡിൽ നിന്ന് മുക്തി നേടിയത്. ഇനി 24,380 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നത്. അതേസമയം മലപ്പുറം ജില്ലയിൽ 193 പേർക്കാണ് വ്യാഴാഴ്ച COVID-19 സ്ഥിരീകരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K. സക്കീന അറിയിച്ചത്. ഉറവിടമറിയാതെ 6 പേർക്കും നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ 185 പേർക്കുമാണ് ഇന്ന് വൈറസ് ബാധയുണ്ടായത്. കൂടാതെ വിദേശത്തു നിന്നെത്തിയ ഒരാൾക്കും ഇതര സംസ്ഥാനത്തു നിന്നെത്തിയ ഒരാൾക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 185 പേർ കൂടി രോഗമുക്തരായതോടെ ജില്ലയിൽ കോവിഡ് മുക്തരായവരുടെ എണ്ണം 1,20,031 ആയി. 604 പേരാണ് കോവിഡ് ബാധിതരായി ജില്ലയിൽ ഇതുവരെ മരണപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് സ്വകാര്യ വാഹനങ്ങൾ വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ച് സർവീസ് നടത്തുന്നതായി പരാതി. വ്യാജ ടാക്സിക്കെതിരെ 2019 പരാതി നൽകിയെങ്കിലും അതേ വാഹനം ഇപ്പോഴും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നതായാണ് പരാതിയുള്ളത്. KL55W4200 ഈ വണ്ടി നമ്മൾ 2019 3-ാം മാസം 21-ാം തീയതി പരാതി കൊടുത്താണ്. 21-ാം തീയതി കണ്ടില്ലേ? ഈ പരാതി ഇപ്പോഴും നമ്മളെ ജോയിൻ്റ് RTO തിരൂർ ജോയിൻ്റ് RTO ഓഫീസിൻ്റെ മേശേൻ്റെ അടിയിലിരിക്കുക. ഈ വണ്ടി ഇറങ്ങിയത് മുതൽ ഈ വണ്ടി ഇന്നേരം വരെ കള്ള ടാക്സിയാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഇലക്ഷനോടനുബന്ധിച്ച് നമ്മൾ ഒരുപാട് ടാക്സി വാഹനങ്ങൾ ഓർഡർ ചെയ്യാതെ കിടക്കുക. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ ഓടിയ വണ്ടികൾ അവർക്ക് ഇതുവരെ പൈസ കൊടുത്തിട്ടില്ല. അപ്പോൾ അവർ ഇപ്രാവശ്യം വിളിച്ചാൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ വണ്ടി ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഇപ്പോൾ വെള്ള ബോർഡിലുള്ളത് മഞ്ഞ ബോർഡാക്കിയിട്ട്, അതായത് കള്ള ടാക്സി ആക്കി ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് നിയമവിരുദ്ധമായിട്ട് മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റിനെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഞങ്ങൾ കൊടുത്ത പരാതി സ്വീകരിച്ച ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് എന്താക്കിയിട്ടുള്ളത് ഈ മഞ്ഞ ബോർഡ് വെച്ചിട്ട് സർവീസ് നടത്തുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒത്താശ ചെയ്തിട്ടാണോ അതോ ഇവർ അറിഞ്ഞുകൊണ്ടാണ് അറിയാതാണോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഇതിനെതിരായിട്ടുള്ളൊരു പ്രതിഷേധം അറിയിക്കാനാണ് ഞങ്ങൾ നിങ്ങളെ വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ വാഹനത്തിനെതിരെ ശക്തമായ നിയമ നടപടി ജില്ലാ കളക്ടർ ഭാഗത്തു നിന്നും തിരൂർ ജോയിൻ്റ് RTO മലപ്പുറം ജോയിൻ്റ് RTO ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നും അതുപോലെ നിങ്ങളുടെ ദൃശ്യമാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിക്കൊണ്ട് പൊതുസമൂഹത്തിന് അറിയിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ KTയുടെ 55 സോണിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വാഹനം അതുപോലെ തന്നെ ഒരുപാട് വാഹനങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വാഹനമാണ് ഇപ്പോൾ നമ്മൾ എടുത്തു കാണിക്കുന്നത്. ഈ വാഹനമാണിപ്പോൾ സർക്കാരിന് വേണ്ടിയിട്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പിടിച്ചിട്ട് വെള്ള ബോർഡുള്ള വാഹനം മഞ്ഞ ബോർഡാക്കി ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അനീതിക്കെതിരെ നിങ്ങൾ ശബ്ദമുയർത്തിയിട്ട്
പുറത്തു കൊണ്ടുവരണമെന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നത്. തിരൂരിലെ വിദ്യാഭ്യാസ ഭൂപടത്തിലെ നാഴികക്കല്ലായ തിരൂരിലെ ചക്ക സ്കൂൾ എന്നറിയപ്പെടുന്ന GMEP സ്കൂൾ 100ന്റെ നിറവിൽ. ശതാബ്ദി ആഘോഷവും പ്രഥമാധ്യാപകൻ K അനിൽകുമാറിന്റെ യാത്രയപ്പും ശനിയാഴ്ച നടക്കും. തിരൂരിന് അക്ഷരവെളിച്ചം പകർന്ന് നാഴികക്കല്ലായ സ്കൂളാണ് ചക്ക സ്കൂൾ. തിരൂരിന് അക്ഷരവെളിച്ചം പകർന്നും ഭാഷാപിതാവിന്റെ മണ്ണിൽ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ ഭൂപടത്തിലെ നാഴികക്കല്ലായി മാറിയ തിരൂർ GMP സ്കൂളിൽ നിന്ന് ചക്ക സ്കൂൾ ശതാബ്ദി നിറവിലാണ്. സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ സമാരംഭവും സ്കൂൾ പ്രധാനാധ്യാപകൻ K അനിൽകുമാറിന്റെ യാത്രയപ്പും 27 ശനിയാഴ്ച നടക്കും. വൈകിട്ട് 4 നടക്കുന്ന ചടങ്ങ് മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ വള്ളത്തോൾ ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ മാസം നടന്ന സ്വാഗത സംഘത്തിൽ നമ്മളൊരു തീരുമാനം എടുത്തത്, അതായത് ഈ 27-ാം തീയതി 100ാം വാർഷികത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടനവും അതോടൊപ്പം നമ്മുടെ പ്രിയ ഹെഡ് മാസ്റ്റർ 14 വർഷത്തോളം നമ്മുടെ സ്കൂളിലെ പ്രവർത്തനങ്ങൾ നെടുംതൂണായി ഞങ്ങളോടൊപ്പം നിന്ന പ്രിയ ഹെഡ് മാസ്റ്റർ അനിൽ മാസ്റ്റർ യാത്രയെ എന്തായാലും ഈ 27-ാം തീയതി 100ാം വാർഷികത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഉദ്ഘാടനവും വരുന്ന നവംബറിൽ 2021 നവംബർ മാസത്തിൽ അവസാനിപ്പിക്കുന്ന രീതിയിൽ, അന്ന് കോവിഡിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഗംഭീരമായി അവസാനിപ്പിക്കുന്ന രീതിയിൽ ഏകദേശം 1 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. PTA പ്രസിഡന്റ് A ഷിഹാബ് റഹ്മാൻ അധ്യക്ഷനാകും. തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് കോർഡിനേറ്റർ ഡോക്ടർ K ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. സർവീസിൽ നിന്നും റിട്ടയർ ചെയ്യുന്ന പ്രധാനാധ്യാപകൻ K അനിൽകുമാറിനും LSS USS വിജയികൾക്കും ഉപഹാര സമർപ്പണവും നൽകും. 1921 സ്ഥാപിതമായ തിരൂർ നഗരസഭയിൽ ഏറ്റവും വിളങ്ങി നിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം തിരൂർ GMEP സ്കൂൾ. ആദ്യകാലത്ത് എലിമെൻ്ററി സ്കൂളായി തുടങ്ങി 1 മുതൽ 5 വരെ. പിന്നീട് 1939 1 മുതൽ 8ാം തരം വരെയുള്ള ക്ലാസ്സുകളായിട്ടായിരുന്നു തുടങ്ങിയത്. പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ഏകീകരണം വന്നപ്പോൾ 1 മുതൽ 4 വരെ, 1 മുതൽ 7 വരെ എന്നുള്ള രീതിയിലൊന്നും 39-ന് ശേഷം 1 മുതൽ 7 വരെയുള്ള വിദ്യാലയമായിട്ട് പ്രവർത്തനം ആരംഭിച്ചു. തുടർന്ന് തിരൂരിലെ കലാകാരന്മാരെ അവതരിപ്പിക്കുന്ന മെഹഫിൽ അരങ്ങേറുമെന്ന് പ്രധാനാധ്യാപകൻ K അനിൽകുമാർ പറഞ്ഞു. A ഷിഹാബ് റഹ്മാൻ, AV ഉണ്ണികൃഷ്ണൻ, സലീം മേച്ചേരി, K രഞ്ജിത് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നിരമധുര ബുധാകുളങ്ങര ശ്രീ മൂകാംബിക ഭഗവതി ക്ഷേത്രത്തിലെ ഭഗവതിയാട്ട് മഹോത്സവം മാർച്ച് 26 വെള്ളിയാഴ്ച കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പൂർവാചാരപ്രകാരം ചടങ്ങുകൾ മാത്രമായി ആഘോഷിക്കും. യുണൈറ്റഡ് ടീച്ചേഴ്സ് ആൻഡ് എംപ്ലോയീസ് ഫെഡറേഷൻ തിരൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു. UTEF ചെയർമാൻ അഡ്വക്കേറ്റ് K പത്മകുമാർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഒഴൂർ മാക്സി സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. ഒഴൂർ ടൗണിൽ കുടുംബശ്രീ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച മാക്സി സെന്ററിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം ചന്ദ്രൻ നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. തിരൂർ തൃക്കണ്ടിയൂർ ഐശ്വര്യ ഹൗസിൽ ദാമോദരൻ നിര്യാതനായി. 82 വയസ്സായിരുന്നു. റിട്ടയർ റെയിൽവേ ചീഫ് പാർസൽ സൂപ്പർവൈസറായിരുന്നു. KP ശകുന്തളയാണ് ഭാര്യ. ജയശ്രീ, ഷാജി, ജ്യോതി എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. താനൂരിന്റെ ഹൃദയം തൊട്ടറിഞ്ഞ് PK ഫിറോസ് നഗരസഭയിൽ പര്യടനം നടത്തി. V അബ്ദുറഹ്മാനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പൊന്മുണ്ടം ജനത. ആദവനാട് തരംഗമായി ഗഫൂർ P ലില്ലീസിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം. കുർക്കോളി മൊയ്തീൻ പ്രചാരണം കൽപ്പകഞ്ചേരിയിൽ. മണ്ഡലങ്ങളുടെ ഹൃദയം തൊട്ടറിഞ്ഞ് സ്ഥാനാർത്ഥികളുടെ പര്യടനം. എഡ്രിക്കോട് സ്പിന്നിംഗ് മിൽ തൊഴിലാളികളുമായി KP മജീദ് ചർച്ച നടത്തി. നന്നമ്പ്രെ ഇളക്കിമറിച്ച് തിരൂരങ്ങാടിയിൽ നിയാസ് പുളിക്കലകത്തിന്റെ റോഡ് ഷോ. തവനൂരിനെ ആവേശത്തിലാഴ്ത്തി KT ജലീൽ. തൃപ്രങ്ങോട് പ്രകമ്പനം കൊള്ളിച്ച് ഫിറോസ് കുന്നംപറമ്പിൽ. കള്ളവോട്ടുകളിലൂടെ ജനാധിപത്യത്തെ അട്ടിമറിക്കാനാണ് CPM ശ്രമിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല. UDFന്റെ സുസ്ഥിര ഭരണമാണ് കേരളത്തിൽ വരാൻ പോകുന്നതെന്നും മറ്റ് പെയ്ഡ് വാർത്തകൾ കേരള ജനത തള്ളിക്കളയും. ആഴക്കടൽ മത്സ്യബന്ധന കരാറിൽ ഗൂഢാലോചന നടത്തിയത് മുഖ്യമന്ത്രിയാണെന്നും ചെന്നിത്തല. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.